ഈ മക്കളുടെ കല്യാണം ആർഭാടമാക്കുന്നത് എന്തിനാണ് വില കൂടിയ കണ്ണഞ്ചിപ്പിക്കുന്ന വേഷം ധരിക്കുന്നത്? ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തക്കാരെയും നമ്മളോട് അസൂയുള്ളവരെയും കാണുമ്പോൾ മറവിനോട് പാലിക്കാത്ത സ്വന്തക്കാർ നമുക്ക് ചുറ്റും വേണം. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ആവോളം അങ്ങോട്ട് പോരി കൊടുക്കണം. ജോയ്സി ഡങ്കൻ തൻ്റെ ദ ലവ് മീ ബേർഡ് എന്ന കഥയിൽ പറയുന്നത് പോലെ ലവ് മീ എന്ന് പറയുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാനുള്ളതാണ്. നന്നായിട്ട് കേൾക്കുക. കേൾക്കാൻ രണ്ട് കാതുകളുണ്ട്. അത് നന്നായിട്ട് കേൾക്കാനുള്ള സമയത്ത് എന്നിട്ട് മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഒരു ഗുഡ് ലിസണർ ആണെങ്കിൽ ആളുകൾ നമ്മളെ അംഗീകരിക്കും. നമുക്ക് കൂടുതൽ സ്പേസ് ഇഷ്ടമുള്ള സ്പേസ് കിട്ടും. ഇനി അങ്ങനെ കേൾക്കൊണ്ടേയിരിക്കും. നമ്മൾ കേൾക്കുക മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് സംസാരിക്കാൻ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളത്. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേൾക്കാൻ താല്പര്യമുള്ള വിഷയത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഞാൻ എൻ്റെ കുറേ കൂടുതലുകൾ, എൻ്റെ കുറേ നന്മകൾ, എൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് പകരം അവർക്ക് താല്പര്യമുള്ള, അവർ നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന കാര്യത്തിൽ ഇവയെല്ലാം തന്റെ കൗമാരകാലത്ത് നിസ്സംഗത പ്രകാശനമാക്കുന്ന ഒരു മുനിയുടെ മുഖം അദ്ദേഹം ദർശിക്കാനിടയാകും. പിന്നീടുള്ള തന്റെ ജീവിതം